ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തൊരു സംസ്കൃതിക്കും എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ആ സെമിത്തേരിയിൽ വന്നിട്ടുള്ളത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു കിടിലൻ വിൻറ്റേജ് കാർ ഷോ നടക്കുന്നുണ്ട്. അപ്പോൾ ആ കാർ ഷോയിലേക്ക് ഞാൻ നിങ്ങളെല്ലാവരെയും കൊണ്ടുപോകാം. അർജുനാണ് ഇപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ചിഞ്ചോയും ജസ്റ്റിനും. തിരിഞ്ഞു നോക്കണം, ഇവർ രണ്ടും ഉണ്ട് എൻ്റെ കൂടെ. അപ്പോൾ ഗൈസ്, ഞാൻ വീഡിയോയിലേക്ക് പോകുമ്പോൾ നല്ലൊരു അടിപൊളി പ്രോഡക്റ്റ് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ മാമ-എർത്തിന്റെ ഒരു കേർഡ് സ്മൂത്തനിങ് ഷാമ്പു ആണ് സംഭവം. അപ്പോൾ വേറെ ഒന്നുമല്ല, നമ്മുടെ വീട്ടിലെല്ലാവരും ഒരു തവണയെങ്കിലും നമ്മുടെ മുടിയിൽ തൈര് യൂസ് ചെയ്ത് കഴുകിയിട്ടുണ്ടാവും. തൈര് യൂസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ മുടി സ്മൂത്തനാവുകയും ചടകളൊന്നും ഇല്ലാണ്ടാവുകയും ചെയ്യും. മാമ ഷാമ്പു യൂസ് ചെയ്യുന്നതിലൂടെ 100% സ്മൂത്തനായിട്ടുള്ള ചടയൊന്നും ഇല്ലാത്ത സ്ട്രെങ്തൻ ആയിട്ടുള്ള ഒരു മുടി നമുക്ക് കിട്ടുന്നതാണ്. തൈര് എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ മോയ്സ്ചറൈസർ ആണ്. അതുപോലെ തന്നെ കെരാറ്റിൻ എന്ന് പറയുന്നത് ഫൈബ്രസ് റിച്ച് ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ ആണ്. ഇത് രണ്ടും ഉള്ളതിലൂടെ നമ്മുടെ മുടി ശരിക്കും സ്ട്രെങ്തൻ ആവുകയും 100% സ്മൂത്തൻ ആവുകയും ചെയ്യുന്നതാണ്. പിന്നെ ഈ പ്രോഡക്റ്റ് കെമിക്കൽ ഫ്രീ ആണ്, അതായത് സേഫ് സർട്ടിഫൈഡ് ആണ്. അതുപോലെ തന്നെ ഈ പ്രോഡക്റ്റ് ആമസോൺ, നൈക്ക, ഫ്ലിപ്കാർട്ട്, പർപ്പിൾ എന്നീ വെബ്സൈറ്റുകളിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ മാമ-എർത്തിന്റെ ഒഫീഷ്യൽ ആപ്പിലും വെബ്സൈറ്റിലും അവൈലബിൾ ആണ്. അപ്പോൾ ഈ മാമ-എർത്തിന്റെ കേർഡ് സ്മൂത്തനിങ് ഷാമ്പു വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ കയറി വാങ്ങിക്കും. ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് നേരെ പോകാം. പിന്നെ ദീക്ഷിതും നമ്മുടെ പിള്ളേരൊക്കെ അവിടെ നിന്ന് വരുന്നുണ്ടെന്ന് പറയുന്നു. ഇവിടെ ഒത്തിരി കാഴ്ച ഉണ്ട്. ഞാൻ ഈ കാഴ്ച എല്ലാം നിങ്ങളൊന്ന് ഓടിച്ച് കാണിച്ചു തരാം കേട്ടോ. ചെറിയൊരു വീഡിയോ ആയിരിക്കും, എനിക്ക് ഒത്തിരി ലെങ്ത് ആക്കാൻ താല്പര്യമില്ല. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ കാർ ഷോ. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ശരിക്കും ഇതാണ് ആ സെമിത്തേരിയുടെ എൻട്രൻസ്. അപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. എനിക്ക് കാർസിനെ പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല. ഇത് ഓസ്റ്റൻ അമേരിക്ക എന്ന് വെച്ചിട്ടുണ്ട്. പഴയത് വിൻറ്റേജ് കാർ മോഡലാണ്. അതുപോലെ ഇവിടെ നിന്ന് അങ്ങ് തുടങ്ങുക. ഞാൻ നിങ്ങളെല്ലാം 1 by 1 കാണിച്ചേക്കാം കേട്ടോ. ഒരു ആർമി വെഹിക്കിളാന്ന് തോന്നുന്നു കേട്ടോ. ഡോഡ്ജിൻ്റെ ഒരു ചലഞ്ചർ കിടപ്പുണ്ട്. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ ഇതാ അടുത്തത് പഴയൊരു മസ്റ്റാങ്. ഇതൊക്കെ നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാം വേറെ ലെവൽ വണ്ടികളാണ് കേട്ടോ. പഴയ വണ്ടികളാണല്ലോ, വിൻറ്റേജ് കാഴ്സാണ്. പക്ഷെ എല്ലാം പുതിയതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഫുഡ് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് ആ വണ്ടിയുടെ ഒന്നും ഭംഗി നമുക്ക് ഫുള്ളായിട്ട് കിട്ടുന്നില്ല. പക്ഷെ അതിൻ്റെ എൻജിൻസൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും അവർ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ളത്. പഴയ ഇവിടെ കാറിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ടുള്ളൊരു സംഭവം ഉണ്ട് കേട്ടോ. മോഡിഫൈഡ് സ്ട്രീറ്റ് മെഷീൻ ഫസ്റ്റ് പ്ലേസ് 1965 to 75. Deadpool. Sorry, it's okay. It's okay. Thank you.
എന്താ പോണ്ടിയാക്ക് എന്ന് പറഞ്ഞിട്ട് 1983 Pontiac Firebird. Right beside it was a Honda Civic. And I'm thinking, no, it didn't really do it. Wow. ഇത് പഴയ ഏതോ കാർ. ഇത് ഏതാ മോഡലെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. കാണാൻ നല്ല റിവേരാ, കാണാൻ നല്ല ഭംഗിയുണ്ട്, കൊള്ളാട്ടാ. ശരിക്കും ഒരു വിൻറ്റേജ് ലുക്ക് തന്നെ ഉണ്ട്. എല്ലാത്തിനും ഉണ്ട് നല്ല വിൻറ്റേജ് ലുക്ക്, പക്ഷെ ഇതൊരു ക്ലാസ് ലുക്ക് ഉണ്ട്. ഓ, ഷെവ്ലെറ്റിൻ്റെ പഴയ വണ്ടി. ഇതൊക്കെ എന്ന് ബിൽഡ് ചെയ്തിട്ടുള്ളതാവും അല്ലേ? ഇത് 1933 വണ്ടി. പോണ്ടിയാക്കിൻ്റെ പഴയ കിഡ്ലൻ വിൻറ്റേജ് കാഴ്ചയൊക്കെയാണത്. ഇതിന് മുമ്പ് വേറൊരു കാർ ഷോ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ ആ വീഡിയോ ഞാൻ ഇതുവരെ റിലീസ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ആ വീഡിയോ ഞാൻ കുറച്ച് ഗ്ലിംസ് ഞാൻ ഇതിൻ്റെ പുറകിൽ ആഡ് ചെയ്തേക്കാം. ആ വീഡിയോ ഉടനെ വരും, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യട്ടെ. എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ള സമയം കിട്ടിയിട്ടില്ല ശരിക്കും. പട്ടിയൊക്കെ കൊണ്ട് നടക്കുന്നുണ്ടല്ലേ. ഗൈസ്, അപ്പോൾ ഇവിടെ വരെ ഉള്ളൂ എന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ ഒരു കാർ ഞാൻ മിസ് പോയിട്ടുണ്ടായിരുന്നു, ലാസ്റ്റ് കാണിക്കാന്ന് വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് ഇപ്പോൾ കൊണ്ട് കാണിക്കാം. അപ്പോൾ ഈ വീഡിയോ എൻഡ് ചെയ്യുന്ന മുമ്പ് നിങ്ങൾക്ക് ഏത് കാറാണ് ശരിക്കും ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റിലൊന്ന് മെൻഷൻ ചെയ്യുക കേട്ടോ. എനിക്ക് ഈ കാറിനെ പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല. എല്ലാം ചിലതൊക്കെ ഹൈലി മോഡിഫൈഡ് ആണ്, ചിലതൊക്കെ ശരിക്കും പഴയ വില്ലേജ് അതേപോലെ കീപ്പ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്, ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസൊക്കെ അറിയാവുന്നവർ താഴത്തുനിന്ന് കമൻറ്റ് ചെയ്യും. എനിക്ക് വലിയ പിടിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞൊന്നും തെറ്റിക്കണ്ടെന്ന് വെച്ച് പറയുന്നത്. ഇതിനിടയ്ക്കൊരു മോട്ടോർ ബൈക്ക് കൂടെ ഉണ്ട് കേട്ടോ, അതവിടെ. അത് ഞാൻ ശരിക്കും കണ്ടില്ലായിരുന്നു. ഹാർലി ഡേവിഡ്സന്റെ ഒരു പഴയ ക്രൂസറാണ്. അപ്പോൾ ഇവിടെയുള്ള വിൻറ്റേജ് കാർ കളക്ഷനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഞാനിപ്പോൾ നേരത്തെ വിട്ടുപോയി ഷൂട്ട് ചെയ്യാൻ പറ്റാഞ്ഞൊരു കാരണം പറഞ്ഞേ, അതിൻ്റെ ഫ്രണ്ടിലേക്ക് വരിക കേട്ടോ. നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് നന്നായിട്ട് കമൻറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും എനിക്കിഷ്ടപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്ന് രണ്ട് സാധനം ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ഫ്രണ്ട്സുമായിട്ടൊക്കെ കറങ്ങാനായിട്ട് ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നുന്നത് ഇതാ ഈ രണ്ട് വണ്ടികളാണ് കേട്ടോ. എനിക്കിത് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാറ് ഏതാന്ന് കമൻസിൽ മെൻഷൻ ചെയ്യട്ടോ. കാശ് തന്നെ ആവണമെന്നില്ല, ഏതാ വെഹിക്കിൾസ് ആയാലും. നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാണ്. ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ദീക്ഷിത്തും എൻ്റെ വേറെ കുറേ ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞ്, പക്ഷെ അവരെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ മൊത്തം നനയും. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് ഓടുകയാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യണോടാ സിഞ്ചോ? പറയും, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ പറഞ്ഞടാ. അതെ, അപ്പോൾ അടുത്ത ഇതിലും കിടിലൻ കാർ ഷോ ആയിട്ടുള്ളൊരു വീഡിയോയിൽ വരും. അതുവരേക്കും ബൈ പറയടാ. ബൈ.